ക്ലബിന്റെ അഞ്ചാമത്തെ പ്രസിഡന്റായി സ്ഥാനമേൽക്കുകയാണ്.
നിന്നോടു ഞാനൊരു കിന്നാരം ചോദിക്കാം മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ ആരോടും പോയി പറയരുതീ കഥ മാനേ പുള്ളിമാനേ ആരോടും പോയി പറയരുതീ കഥ മാനേ പുള്ളിമാനേ പാവാട വേണം പഞ്ചാര പനങ്കിളിക്ക് ഉപ്പാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക് പാവാട വേണം മേലാട വേണം പഞ്ചാര പനങ്കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക് ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദ പേനകൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ എന്നാത്മസംഗീത ശില്പം നീയല്ലേ ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദ പേനകൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ എന്നാത്മസംഗീത ശില്പം നീയല്ലേ ഒരു മധുരനിലാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ല പൂവിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊന്മലരേ തേൻവണ്ടു ഞാൻ മലരേ തേൻവണ്ടു ഞാൻ ഒരു മധുരനിലാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ല പൂവിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻവലനേ തേൻവണ്ടു ഞാൻ തേൻവണ്ടു ഞാൻ കടലിനക്കര പോണോരെ കാണാ പൊന്നിന് പോണോരെ കടലിനക്കര പോണോരെ കാണാ പൊന്നിന് പോണോരെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും
കൈ നിറയെ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും? പടിഞ്ഞാറൻ രാവിലെ പാലാഴിക്കരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യ കല്ല് തരാമോ? കടലിനക്കര പോണോരെ കാണാപ്പൊന്നിന് പോണോരെ, കടലിനക്കര പോണോരെ കാണാപ്പൊന്നിന് പോണോരെ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും? കൈ നിറയെ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും? തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാര കൊമ്പത്തോരു ഞാലിലാടി ഒന്നിച്ചു രണ്ടാമൽ പൈകിളികൾ ഒന്നാലാം കുഞ്ഞിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ. തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാര കൊമ്പത്തോരു ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈകിളികൾ ഒന്നാനാം കുഞ്ഞിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ. ലല്ലല്ല ലാലാ ലലാ ലാലാ 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 ലല്ലല്ല ലാലാ ലലാ ലാലാ 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 ലാലാ. തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായു ഞാലിടാം, തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായു ഞാലിടാം. ആകാശ പൊന്നാനിലകളിലായെത്തി തൊട്ടേ വരാം, ആകാശ പൊന്നാനിലകളിലായെത്തി തൊട്ടേ വരാം. തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായു ഞാലിടാം, തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായു ഞാലിടാം. കുട്ടനാടൻ പുഞ്ചയിലെ കുട്ടനാടൻ പുഞ്ചയിലെ പെണ്ണെ കുയിലാളെ വേണം കുഴൽ വേണം കുഴവ വേണം. ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകലിതോ, ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകലിതോ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ വേണം കുഴൽ വേണം കുഴവ വേണം. ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകലിതോ, ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകലിതോ, ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകലിതോ. കാപ്ര ഗ്രൂപ്പിന്റെ ജ്വല്ലറികള് ഈ ഒരു വർഷം 7 കേരളത്തിൽ വരികയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 31 കാഞ്ഞങ്ങാട് അതിഞ്ഞാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ കാപ്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ആ ഒരു ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി നിർവഹിക്കണമെന്ന് സന്തോഷപൂർവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നാട്ടുകാരും സഹകരിക്കണം. അതുപോലെ തന്നെ കാപ്ര ഗ്രൂപ്പിന്റെ ഈ ജ്വല്ലറിയിലേക്ക്, ഈ ഒരു ബിസിനസ് അവസരത്തിന്റെ ഭാഗമാകാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഈ ഒരു അവസരം നിങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുവാൻ, ഈ ക്ഷണം എത്തിക്കുവാനായിട്ട് ആഗ്രഹമുണ്ട്. പരമാവധി ഞങ്ങൾ അതിന് ശ്രമിക്കും. ഒരിക്കൽ കൂടി ഞാൻ എല്ലാ ലയൺസ് ക്ലബിന്റെ ഭാരവാഹികളെയും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. Extended one new all-lady club performed his best to make our club. Good evening to one and all. With pride and honor, we welcome you to the 5th installation ceremony of the Lions Club of Ajanur. Let's begin this prestigious event. I now call the meeting to order. We salute our national flag and pledge our allegiance to the same. Its honor and glory depend upon the zeal and assiduity with which each one of us will shoulder his responsibility as a good citizen.
its history written in the letters of gold, inspires we put in a good work for the fair name of our country. We declare our unflinching loyalty to our national flag and maintain that its cause shall be our cause, and each individual among us shall make a genuine effort to add its luster and glory and make it fly proudly aloft in the committee of nation. Jai Hind. ലയൺസ് ക്ലബ് ഓഫ് അജാനൂരിനെ സംബന്ധിച്ച് ഞങ്ങളുടെ 5ാമത്തെ ഇൻസ്റ്റലേഷൻ സെറിമണി കഴിഞ്ഞ 4 വർഷങ്ങളിൽ ഞങ്ങൾ നടന്നു കഴിഞ്ഞ എല്ലാ ബാലാരിഷ്ടതകളും തീർത്ത് ഞങ്ങൾ പുതിയ ഒരു കാൽവയ്പുമായി മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് പലേഡിയം പോലുള്ള ഒരു കൺവെൻഷൻ സെന്ററിൽ ഞങ്ങളുടെ 5ാമത് ഇൻസ്റ്റലേഷൻ സെറിമണി ഞങ്ങളുടെ ഊടും പാവവുമാണെന്ന പ്രിയപ്പെട്ട CMKയുടെ ഇൻസ്റ്റലേഷൻ സെറിമണി ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ലയൺസ് ക്ലബ് ഓഫ് അജാനൂരിൻ്റെ 2025-26 വർഷത്തെ ഇൻസ്റ്റലേഷൻ സെറിമണിയുടെ മുഖ്യാതിഥി മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാൻ ലയൺ രാജൻ നമ്പൂതിരി PMJF-നെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ സ്വന്തം ഇന്നത്തെ ഗസ്റ്റ് ഓഫ് ഓണർ, ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ഓഫ് അവർ ഡിസ്ട്രിക്ട്, മോസ്റ്റ് റെസ്പെക്റ്റഡ് ലയൺ ടൈറ്റസ് തോമസ് MJF-നെ വളരെ സ്നേഹാദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടുഡേയ്സ് കീനോട്ട് സ്പീക്കർ ആൻഡ് അവർ ഓൺ ലയൺ വേണുഗോപാൽ സാർ MJF-നെ വളരെ സ്നേഹാദരമാണ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്യാബിനറ്റ് സെക്രട്ടറി, ഞങ്ങളുടെ മുൻ RC പ്രിയപ്പെട്ട സുകുമാരൻ നായർ സാറിനെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ സ്വന്തം ക്ലബിൽ നിന്നുള്ള ഞങ്ങളുടെ RC, ഞങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട ലയൺ സുകുമാരൻ പൂച്ചക്കാട് MJF-നെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ സോൺ ചെയർപേഴ്സൺ ഡോക്ടർ ശ്യാമള മാടത്തെ വളരെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ചാർട്ടർ പ്രസിഡന്റ്, ഇദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ് ഞങ്ങളുടെ ക്ലബ്ബ് വന്നത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. പ്രിയങ്കരനായ ഞങ്ങളുടെ ചാർട്ടർ പ്രസിഡന്റ്, ഏറ്റവും ബഹുമാനപ്പെട്ട ലയൺ MBM അഷ്റഫ് MJF-നെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2018 ഒക്ടോബർ മാസം നടത്തിയ ആലോചന ഒട്ടും മോശമല്ലെന്ന് സന്തോഷത്തോടെ അതോടെ അഭിമാനത്തോടെയുമാണ് ഞാൻ ഇവിടെ ഈ വേദിയെ അഭിമുഖീകരിക്കുന്നത്. നമ്മുടെ നാടറിയുന്ന നമ്മുടെ ഈ പ്രദേശത്തെ അജാനൂർ എന്ന ഒരു പ്രസ്ഥാനത്തിലൂടെ ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നാമ്പുറം പരിശോധിച്ചാൽ നമ്മുടെ CMK എന്ന CM കുഞ്ഞബ്ദുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എന്നോട് ഷെയർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ഈ അജാനൂർ ലയൺസ് ക്ലബ്ബ് ഇവിടെ ജന്മം കൊള്ളുന്നത്. അന്ന് ഞാൻ ഒരു ലയൺ മെമ്പർ അല്ലായിരുന്നത് കൂടി അദ്ദേഹത്തിൻ്റെ ക്ഷണം ഞാൻ സ്വീകരിക്കുകയും ലയൺസ് ക്ലബ് ഓഫ് അജാനൂർ എന്ന പ്രസ്ഥാനം നമ്മൾ രൂപീകരിക്കുകയും ചെയ്തു. എൻ്റെ പ്രസിഡൻഷിപ്പിൻ്റെ ഈ അവസാന സമയത്ത് ഒന്ന് ആലോചിക്കുമ്പോൾ ഏറെ അഭിമാനമുണ്ട്. ഒട്ടനവധി പേർക്ക് കാരുണ്യഹസ്തമാകാനും നാടിനും നാട്ടാർക്കും സഹായത്തിൻ്റെ വെളിച്ചം തൂകാനും സാധിച്ചു എന്നതിൽ, ഒരു സേവന സംഘടന എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. 2024-25 വർഷത്തിൽ 38ഓളം പദ്ധതികളും പ്രവർത്തനങ്ങളും നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ജീവകാരുണ്യ
സഹായപ്രവർത്തനങ്ങൾ ചെറുതായെങ്കിലും നടത്തിയത് ഒരുപക്ഷെ ഈ ഒരു വേദിയിൽ അത് പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. കേരള ചരിത്രത്തിലെ ഒരു മറക്കാനാവാത്ത ദുരന്തങ്ങളിൽ ഒന്നാണല്ലോ വയനാട് പ്രകൃതി ദുരന്തം. ഈ പ്രദേശത്ത് നമ്മുടെ പ്രസ്ഥാനം നിർമ്മിക്കുന്ന ഒരു ആശുപത്രി, ആ ആശുപത്രിയുടെ നിർമ്മാണ ഫണ്ടിലേക്ക് അജാനൂർ ലയൺസ് ക്ലബിനും അതിൻ്റെ ഭാഗമാക്കാൻ കഴിയൂ എന്നതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഒരു രക്ഷിതാവ് എന്ന നിലയിലും പൊതുസമൂഹം ഏറെ ഭയപ്പാടോടെ കാണുന്ന ഒന്നാണല്ലോ കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗം. കൂടാതെ മറ്റു പല രീതികളുടെയും കുട്ടികൾ വഴിതെറ്റി പോകാൻ ഇടയുണ്ട്. ഇതിനൊക്കെ കടിഞ്ഞാണിടേണ്ട ഉത്തരവാദിത്വം ഒരുപക്ഷെ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ നമ്മൾക്ക് കൂടിയാണ്. അതിനായി 800ഓളം വരുന്ന രക്ഷിതാക്കൾക്കായി ക്രസന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ലയൻ വി വേണുഗോപാൽ സാറായിരുന്നു അന്നത്തെ അതിൻ്റെ ഫാക്കൽറ്റി. അതുപോലെ ഈ കാലഘട്ടത്തിൽ കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ വായനശീലം ഇല്ലാതാവുക എന്നത്. ഇതിന് കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനായി കിഴക്കങ്കര മുച്ചിലോട്ട് LP സ്കൂൾ, ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ക്രസന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നീ സ്ഥലങ്ങളിൽ ഒരു വർഷത്തേക്കുള്ള വാർത്താ ദിനപത്രങ്ങൾ നൽകുകയുണ്ടായി. ശുദ്ധജല ലഭ്യത ഏറെ നേരിടുന്ന ചില സ്കൂളുകളിൽ സൗത്ത് ചിത്താരി LP സ്കൂൾ, അതുപോലെ ഉദുമ, പടിഞ്ഞാറ് അംബിക LP സ്കൂൾ, UP സ്കൂൾ എന്നിവിടങ്ങളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു നൽകുകയുണ്ടായി. സ്കൂൾ കുട്ടികൾക്കിടയിലെ അമിത പഞ്ചസാര ഉപയോഗം കാരണം അവരുടെ ആരോഗ്യത്തെയും അക്കാദമിക് കാര്യങ്ങളിലും പ്രകടനത്തെയും ബാധിക്കുന്നതിനാൽ അവരെ ബോധവൽക്കരിക്കുന്നതിനായി മഹാകവി പി സ്മാരക ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഷുഗർ ബോർഡ് സ്ഥാപിച്ചു. പിന്നീട് ഈ പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് മുഴുവൻ സ്കൂളുകളിൽ നടപ്പാക്കാൻ പറ്റിയെന്നത് നമ്മുടെ പ്രസ്ഥാനത്തിന് തന്നെ അഭിമാനകരമാണ്. റോഡ് സുരക്ഷാ വാഹനത്തിൻ്റെ ഭാഗമായി കാഞ്ഞങ്ങാട് സബ് RTO ഓഫീസുമായി സഹകരിച്ചുകൊണ്ട് ജില്ലാതല ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു. ഈ വർഷത്തെ അധ്യാപക ദിനത്തിൽ സമൂഹത്തിൽ ശ്രദ്ധേയരായ 10 അധ്യാപകരെ ആദരിക്കുകയുണ്ടായി. അതുപോലെ വനിതാ ദിനത്തിൽ വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ 5 വനിതകളെ ആദരിച്ചു. അതുപോലെ ലയൺസ് പ്രസ്ഥാനത്തിൽ അംഗത്വമെടുത്ത് സേവനം ചെയ്യുന്നതിനായി നീലേശ്വരത്ത് ലയൺസ് ക്ലബ് ഓഫ് നീലേശ്വർ ക്യൂൻസ് എന്ന പേരിൽ ഒരു ലയൺസ് ക്ലബ്ബ് രൂപീകരിച്ചു. വളരെ നന്നായി പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞു. ഇതിലെ എല്ലാ രാജ്ഞിമാർക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു. ഇത്രയൊക്കെ സേവന പ്രവർത്തനങ്ങൾ നടത്തി ലയൺസ് ഡിസ്ട്രിക്ട് റാങ്കിങ്ങിൽ 1,59,000 പോയിന്റുകൾ നേടി ക്ലബിന് ഡിസ്ട്രിക്ട് ഗവർണറുടെ പ്രത്യേക പുരസ്കാരം ലഭിക്കുകയുണ്ടായി. കൂടാതെ ക്ലബ് എക്സലൻസ് പ്രസിഡന്റ്, എക്സലൻസ് സെക്രട്ടറി, എക്സലൻസ് ട്രഷറർ എന്നീ പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി. നമ്മുടെ ക്ലബിലെ മെമ്പറും റീജിയൻ ചെയർമാനും ചെയർപേഴ്സണുമായ ലയൺ സുകുമാരൻ പൂച്ചക്കാടിന് ഔട്ട്സ്റ്റാൻഡിംഗ് റീജിയൻ ചെയർപേഴ്സൺ അവാർഡ്, അതുപോലെ സോൺ ഗ്രോത്ത് അവാർഡ് എന്നിവയും നേടുകയുണ്ടായി. അതോടൊപ്പം ഈ 2024-25 വർഷത്തിൽ ഇത്രയെങ്കിലും പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച, അതുപോലെ എന്നെ ഉപദേശിച്ച, ശാസ്ത്രം കൂടെ നിന്ന കുറച്ചെങ്കിലും സഹപ്രവർത്തകരെ ഈ ഒരു സമയത്ത്
അനുമോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർക്കുള്ള സ്നേഹോപഹാരം ഞാനൊരു വേദിയിൽ വെച്ച് കൈമാറുകയാണ്. ഞാൻ അവരുടെ പേര് വിളിക്കാം. ഇവർ ഈ വേദിയിലേക്ക് വന്ന് ഈ സ്നേഹോപഹാരം വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലയൺ CM കുഞ്ഞബ്ദുള്ള, ലയൺ Friends, good evening all. We are honored to welcome a distinguished leader, a visionary in both the medical field and community service. Hailing from the respected, rising through roles like zone and region person, district cabinet treasurer, and district governor for 2024 and 25. Known for successfully organizing landmark events like the district cabinet installation and Learnathon, his leadership is widely recognized. Supported by his wife, Lion Chitra Rajan, and daughters Shraddha, Ritika, and Mihika, he now serves as the multiple district chairman for 2025 and 26. We proudly welcome a true icon of service and leadership, Lion Rajan M. Nambudiri, PMGF. ആദ്യമായി ഈ നിറഞ്ഞ സദസ്സിനെ ഏറ്റവും നല്ല വാക്കുകൾ കൊണ്ട് എന്നെ പരിചയപ്പെടുത്തിയ ലയൺ അനിൽകുമാറിനുള്ള നന്ദിയും ആദരവും അറിയിക്കട്ടെ. ആരാധനായ യോഗാധ്യക്ഷൻ, ഈ പ്രൗഢഗംഭീരമായ സദസ്സിൻ്റെ ചെയർമാനായിട്ടുള്ള ഏറ്റവും ബഹുമാന്യനായ ലയൺ സുനിൽ രാജ്, ലയൺസ് പ്രസ്ഥാനത്തിൽ വന്ന് കുറേ ഏറെ കാലമായി അതിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി നിന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ ഇന്നൊരു ലയൺ മെമ്പർ എന്നുള്ള രീതിയിൽ ഒരു സംതൃപ്തി, ഒരു കണ്ടന്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഈ സദസ്സിനെ അഭിമുഖീകരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പറയട്ടെ. മറ്റൊന്നുമല്ല, ഒരുപക്ഷെ എനിക്ക് ഈ പ്രസ്ഥാനത്തിൽ വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന്റെ ഈ വടക്ക് ഭാഗത്ത് അജാനൂർ, ഇതിന്റെ ഏറ്റവും വടക്കേ ഭാഗത്തേക്ക് എത്തുവാനും ഇന്ന് ഇത്രയും വലിയൊരു ഗംഭീര സദസ്സിനെ അഭിസംബോധന ചെയ്യുവാനോ അല്ലെങ്കിൽ വന്നപ്പോൾ തന്നെ വന്ന മാത്രയിൽ തൊട്ട് അജാനൂർ ലയൺസ് ക്ലബിലെ മെമ്പേഴ്സിന്റെ ഒരു ആതിഥേയം അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യവും എനിക്ക് ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ഇന്ന് വന്നപ്പോൾ തൊട്ട് തന്നെ ലയൺ ഷംസുവിൻ്റെ കുടുംബത്തിൽ നിന്നാണെങ്കിലും അതിനുശേഷം വീട് വരുമ്പോൾ വളരെ പ്രൗഢഗംഭീരമായ രീതിയിലുള്ള വാദ്യഘോഷാദികളോടുകൂടിയുള്ള ഒരു സ്വീകരണവും ഒക്കെ ആയിട്ട് ഇന്നിവിടെ എത്തിച്ചേരുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇവിടെ ഒരു പ്രോഗ്രാം സാധാരണഗതിക്ക് ഞങ്ങളുടെ നാട്ടിൽ ഒരു റീജിയൻ കോൺഫറൻസ് നടത്തുന്നത് പോലെയാണ് ക്ലബിന്റെ ഇൻസ്റ്റലേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് സ്വപ്നേവി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ള കാര്യം ഏറ്റവും സന്തോഷത്തോടു കൂടി അറിയിക്കട്ടെ. അതും തികച്ചും 4 വർഷം മാത്രം പിന്നിട്ട ഒരു ക്ലബ്ബ്. അതിൻ്റെ ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ച പോലെ ബാലാരിഷ്ടതകളൊക്കെ വിട്ടുമാറുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാ രീതിയിലും വളരെ കൃത്യമായി ചിട്ടയോടുകൂടി വളരെ അച്ചടക്കത്തോടുകൂടി അതും സകുടുംബം ഇവിടെ എത്തിച്ചേരണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രാരംഭ ദശകളിൽ ക്ലബിന്റെ നേതൃത്വം നൽകിയ ഒരു ദിശാബോധവും ചിട്ടവട്ടങ്ങളുമാണ് ഇതിന് കാരണം എന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ചാർട്ടർ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ടീം ഓഫ് ഓഫീസ് ബേയേഴ്സും ഉണ്ടാക്കിയ ഒരു കീഴ്വഴക്കത്തിന്റെ കാഴ്ചയാണ്, അതിൻ്റെ ഒരു ബാക്കിപത്രമാണ് ഇതെന്നുള്ളത് ഏറ്റവും സന്തോഷത്തോടു കൂടി ഞാനിവിടെ അറിയിക്കട്ടെ. തീർച്ചയായിട്ടും ഞാനിവിടെ വരുന്നതിന് മുമ്പായി ഗവർണറോടും അതുപോലെ തന്നെ മുൻ വാസ്റ്റ് ഗവർണേഴ്സിനും ബഹുമാനപ്പെട്ട ടൈറ്റസ്
ഫസ്റ്റ് VDG-യോടും ഒക്കെ ചോദിക്കേണ്ട എന്തൊക്കെയാണ് അജാനൂർ ലയൺസ് ക്ലബിൻ്റെ ഒരു പ്രവർത്തന രീതികൾ, എങ്ങനെയാണ്, ഏതൊക്കെ ഭാഗത്താണ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ വാചാലമായ രീതിയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരികയുണ്ടായി. ഓരോ വർഷവും ഏറ്റെടുക്കുന്ന, എന്നാൽ കമ്മ്യൂണിറ്റി നീഡ് അസസ്മെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഡിസ്ട്രിക്ട് ഗവർണർ വിഭാവനം ചെയ്യുന്ന എല്ലാ പ്രോജക്റ്റുകളും ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളതിലുപരിയായി ഒരു കണ്ടസ്റ്റിൽ നിന്നുകൊണ്ട് ഒരു ടോപ്പ് ലെവലിലേക്ക് എത്തുന്നതിനൊക്കെ അതൊക്കെ ഒരു രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ഹാൻഡ് പിക്ക് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് എല്ലാ വർഷവും നടത്താറുള്ളത് എന്നുള്ള വളരെ വ്യക്തമായ രീതിയിലുള്ള ഒരു ധാരണ എന്നിലേക്ക് എനിക്ക് തരികയുണ്ടായി. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇന്നിവിടെ ഗംഭീരമായ ഒരു പ്രോജക്റ്റിൻ്റെ വീഡിയോ പ്രസൻറ്റേഷൻ നമ്മൾ കാണുമ്പോൾ ഏകദേശം 70ഓളം ബെഡ് കൊടുക്കുവാനും ഹങ്കർ പ്രോജക്റ്റ് ഇറാഡിക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഈ ക്ലബിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഒത്തിരിയേറെ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനായിട്ട് അജാനൂരും അതുപോലെ കാഞ്ഞങ്ങാട് ഭാഗത്തുമൊക്കെയുള്ള ഈ ഭൂപ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ സാംസ്കാരികവും സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനത്തിന് ഒരു നിറഞ്ഞ സാന്നിധ്യമായിട്ട് മാറുവാൻ കുറഞ്ഞ കാലം കൊണ്ട് അജാനൂർ ലയൺസ് ക്ലബിന് സാധിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷത്തോടു കൂടിയുള്ള ഒരു തിരിച്ചറിവായിരുന്നു എന്നും കൂടെ ഇവിടെ പറഞ്ഞു വെക്കട്ടെ. തീർച്ചയായിട്ടും ഒരു ക്ലബ്ബ് എന്നെ സംബന്ധിച്ചോളം ഏവരും എപ്പോഴും ഒരു പുതിയൊരു ക്ലബിന് വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ലീഡറോട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ശ്രമിക്കുമ്പോൾ സാധാരണഗതിക്ക് അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള താമസം വരും. യാതൊരു സംശയവുമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇന്റർനാഷണൽ വിഭാവനം ചെയ്യുന്നത് പോലെ ഒരു ഓറിയന്റേഷൻ നടത്തിക്കൊണ്ട് എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മെമ്പേഴ്സിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതൊക്കെ നടത്തുമ്പോഴും അതൊക്കെ ഒരു ചിട്ടയായിട്ട് നമ്മൾ നടത്തുമ്പോഴൊക്കെ ഇതൊരു ചര്യയായി മാറുമ്പോഴാണ് തീർച്ചയായിട്ടും ഒരു ക്ലബ്ബ് അതിൻ്റെ പൂർണ്ണ സ്ഥായിയായ അല്ല പൂർണ്ണ ഭാവത്തിലേക്ക് മാറുക എന്നുള്ളതുണ്ട്. കഴിഞ്ഞ ഒരു 3-4 വർഷം എടുത്ത് നോക്കിയാൽ നമ്മുടെ മൾട്ടിപ്പിളിൽ വരുന്ന ക്ലബ്ബുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ലീഡർഷിപ്പ്, ഗ്ലോബൽ ലീഡർഷിപ്പ് നമ്മൾക്ക് തരുന്ന വളരെ കൃത്യമായ ഒരു ഡിറക്ഷൻ, എന്തുകൊണ്ടാണ് ഇത് വേണ്ടത് എന്നുള്ള ഒരു കാരണം സഹിതം ബോധ്യപ്പെടുത്തുന്നതുകൊണ്ടാണ് ഈ ക്ലബ്ബ് ഇങ്ങനെ കൂടാനുള്ള കാരണം. ഈ ക്ലബ്ബ് കൂടേണ്ട കാരണങ്ങളും ഒക്കെ ഞാൻ വരാം. പക്ഷെ ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ പല ക്ലബ്ബുകളും തുടക്കത്തിൽ അതിൻ്റെ ഈ പ്രാരംഭ ദശയിൽ തന്നെ വ്യക്തമായ രീതിയിലുള്ള ഒരു ഗൈഡ് ലൈൻ ഇല്ലാതെ കൊഴിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് തന്നെ 3-4 വർഷം കൊണ്ട് തന്നെ അത് ഇല്ലാതാകുന്ന, അല്ലെങ്കിൽ മാഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ വിട പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്ന കാഴ്ച കാണുന്നു. അത് 318A കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അജാനൂർ ലയൺസ് ക്ലബ്ബ് ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഡിസ്ട്രിക്റ്റിനെ സപ്പോർട്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടി ഇവിടെ ഓർക്കുന്നത്. ഒരു ക്ലബിനെ സംബന്ധിച്ച് ഈ ക്ലബിൻ്റെ ആശയങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഇന്റർനാഷണൽ പറയുന്ന കാര്യങ്ങളോ ഒക്കെ നമ്മളതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ തുലവും തുച്ഛമാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മളിലേക്ക് ഉണ്ടാവുക. ഒരു ക്ലബ്ബ് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഒരു പക്ഷേ, അല്ലെങ്കിൽ ഒരു മെമ്പർ വിചാരിച്ചാൽ എന്തുമാത്രം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ധാരണക്കുറവ് ഒരു ക്ലബിലുള്ള മെമ്പേഴ്സിനോ അല്ലെങ്കിൽ ക്ലബിനോ ഉണ്ടാവാനുള്ള ഇടയുണ്ട്. അതൊക്കെ മാറ്റുന്നത് ഈ കൃത്യമായ രീതിയിലുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചുകൂടി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു അവഗാഹം അതിലേക്ക് മെമ്പേഴ്സിലേക്ക് എത്തിക്കുമ്പോഴാണ് പൂർണ്ണമാകുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഏവർക്കും അറിയാം, ഇത് വേറൊന്നും എവിടെയും പോയി നോക്കേണ്ട ആവശ്യമില്ല. ഈ കഴിഞ്ഞ ഒരു വർഷം വയനാട് ദുരന്തമുണ്ടാകുന്ന സാഹചര്യത്തിൽ കേരളത്തിലുടനീളമുള്ള ലയൺ മെമ്പേഴ്സ് അതിനുവേണ്ടി ചെറുവിരൽ അനക്കിയപ്പോഴാണ് നമ്മുടെ 318യിൽ സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റൽ മൾട്ടിപ്പിൾ 318ന്റെ ആഭിമുഖ്യത്തിൽ നമുക്കുണ്ടായതെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ചൂരൽമലയിലോ അതല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടമുള്ള ദുരന്ത ബാധിതർക്കായിട്ട് നമുക്കത് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ
ലയണിസം എന്നുള്ള ഒരു വലിയ സാഹോദര്യത്തിന്റെ ഒന്നുമല്ലെങ്കിൽ 318C എന്ന ഡിസ്ട്രിക്ട് 318 എറണാകുളം അടക്കമുള്ള മേഖലകളിൽ നിന്ന് നമുക്ക് ആദ്യത്തെ 2-3 ദിവസം കൊണ്ട് തന്നെ നല്ലൊരു തുക സ്വരുക്കൂട്ടുവാനായിട്ട് സാധിക്കുകയും അതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് മറ്റുള്ള ഡിസ്ട്രിക്റ്റുകളിൽ നിന്ന് LCFിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് കൂടുകയും അതൊരു ഡെസിഗ്നേറ്റഡ് ഗ്രാൻഡ് ആയിട്ട് നമ്മളിലേക്ക് വരികയും ചെയ്തുകൊണ്ടാണ്, ഞാൻ ഇതിന്റെ ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ ഇതെല്ലാം നമ്മൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്, നമ്മൾ ഒന്നായിട്ട് നിന്ന് നമ്മൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഒത്തിരിയേറെ സപ്പോർട്ട് നമ്മൾ വിചാരിക്കാത്ത ദിശയിൽ നിന്നും ഭാഗത്തു നിന്നുമൊക്കെ നമുക്ക് വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ക്ലബ്ബ്, അജാനൂർ ലയൺസ് ക്ലബ്ബ് ചെറിയൊരു രീതിയിലൊരു ആശയം മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് അതിന് മുകളിലായിട്ട് നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും, അതിന്റെ മുകളിൽ മൾട്ടിപ്പിൾ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും, ഇന്റർനാഷണലിൽ നിന്നുള്ള ഗ്രാന്റ് മുഖേന എന്തെങ്കിലും രീതിയിൽ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാകും എന്നുള്ളതൊക്കെ ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. ഞാനിത് പറഞ്ഞു വയ്ക്കുമ്പോൾ നാളെ ഒരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനെ സമീപിച്ചാൽ അത് പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ള അർത്ഥം അതിനില്ല. പക്ഷേ ഒരു വലിയ ക്യാൻവാസിൽ നമ്മൾ അതിനെ കാണുമ്പോൾ, അതിനെ ചിട്ടപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും അതൊരു സാമൂഹികമായ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും ഇന്റർനാഷണൽ ചെയ്യാൻ അതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാവിധത്തിലും എല്ലാ രീതിയിലും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനെ സപ്പോർട്ട് ചെയ്തു പോകുന്ന അജാനൂർ ലയൺസ് ക്ലബ്ബ് ഈ വർഷം 2025-26 318യിലെ ഒരു നിറഞ്ഞ സാന്നിധ്യമായി മാറുമെന്നുള്ള ഉത്തമ പ്രതീക്ഷ എനിക്കുണ്ട്. ഈ വർഷം നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ വിവിധങ്ങളായ പ്രോജക്റ്റുകളാണ് ലയൺ രവി ഗുപ്ത 318ക്ക് വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ മെയിനായിട്ട് ഉള്ള പ്രോജക്റ്റ് പോലീസ് സ്റ്റേഷനിലുള്ള വാട്ടർ പ്യൂരിഫയർ കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രോജക്റ്റാണ് ഹോം ഫോർ ഹോംലെസ്. മൾട്ടിപ്പിളിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഈ വർഷം നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 350ഓളം വീടുകൾ പണിത് കൊടുക്കുക എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടു കൂടി നമ്മളൊരു പ്രോജക്റ്റ് വരുമ്പോൾ 50 വീടുകൾ 318യിലേക്ക് നമ്മൾ കൊടുക്കുവാനുള്ള കാര്യങ്ങളെല്ലാം ചിട്ടപ്പെടുത്തി അതിന്റെ എഗ്രിമെന്റ് വരെ ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ നമ്മൾ ആദ്യം കണ്ടെത്തുകയും ഡിസേർവിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് കുറച്ച് സമഗ്രമായ ദൗത്യമാണ്. അത് കണ്ടെത്തുകയും അവരെ ഏറ്റവും ആദ്യം കൊണ്ടുവരുന്ന മെമ്പേഴ്സിന് മാത്രമായിരിക്കും ആ 50 വീടിനുള്ള ബെനിഫിഷ്യറീസ് കൊടുക്കാൻ സാധിക്കുന്നു ഉള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ളതും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് പ്രവർത്തിക്കണം എന്നുമാണ് ഞാൻ ഗവർണറുടെ ഓൺ ബിഹാഫ് ഓഫ് ദ ഗവർണർ ഞാൻ ഇവിടെ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ ഈ ക്ലബിലേക്ക് തന്നിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു RC എന്നുള്ള രീതിയിലുള്ള ചുമതലകൾ വരെ അജാനൂർ ലയൺസ് ക്ലബിനെ ഏൽപ്പിക്കുമ്പോൾ വാനോളം നിറഞ്ഞു നിൽക്കുന്ന പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹം ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ അജാനൂർ ലയൺസ് ക്ലബിനെ കാണുന്നത് എന്നുള്ള ഒരു കാര്യവും കൂടെ മനസ്സിൽ ഉൾക്കൊള്ളണം, ഓർമ്മിക്കണം എന്നുകൊണ്ട് മാത്രം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധത്തിലുള്ള മംഗളങ്ങൾ നേർന്നുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ എന്തുകൊണ്ടാണ് ലയൺസ് ഇന്റർനാഷണൽ ഒരു മിഷൻ 1.5 എന്നുള്ള ഒരു ആശയം കോയിൻ ചെയ്തുകൊണ്ട് ക്ലബ്ബുകളുടെ എണ്ണം കൂട്ടുവാനുള്ള ഒരു ശ്രമം തുടർന്നു പോകുന്നു എന്നുള്ളത് കാര്യം കൂടെ മാത്രം ഞാൻ പറഞ്ഞു വെക്കട്ടെ. എല്ലാവർക്കും അറിയാവുന്ന ഒരു 108 വർഷത്തെ ചരിത്രവും അതിൻ്റെ നാൾവഴികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ ക്ലബിനെ സംബന്ധിച്ച് ഈ ക്ലബിലെ പ്രാരംഭ ദശയിലുള്ള ചാപ്റ്റർ പ്രസിഡന്റ് അങ്ങനെയുള്ള ടീം ഓഫ് ഓഫീസ് ബേസ് ചെയ്ത പോലെ തന്നെ ആദ്യകാലത്തുണ്ടായ ചിട്ടകൾ കൊണ്ടാണ് നാളെ ഇതുവരെ നമുക്കത് സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചത്. പക്ഷേ ഏവർക്കും അറിയാവുന്ന പോലെ ഇന്ന് വരെ ചെയ്തു വന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇനി ഒരു 100 വർഷം കൂടെ പിന്നിടാൻ സാധ്യമാകില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മികച്ച ഫൗണ്ടേഷൻ നമുക്ക് ഉള്ളപ്പോൾ തന്നെ ഇനി ഒരു 100 വർഷത്തേക്കും കൂടി ഇത് സർവൈവ് ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം ഏറ്റവും ശക്തമായ റിസോഴ്സ്ഫുൾ ആയ ഒരു മെമ്പർഷിപ്പ് സ്ട്രെങ്ത് തന്നെയാണ് എന്നുള്ള ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. 1960 10 ലക്ഷം മെമ്പർഷിപ്പായ നമ്മുടെ പ്രസ്ഥാനം 1982 15 ലക്ഷം മെമ്പർഷിപ്പിലേക്ക് എത്തുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി മുന്നിട്ടപ്പോൾ 2015 വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു. 15 ലക്ഷം മെമ്പർഷിപ്പ് എന്നുള്ള ഒരു സംഖ്യയെ നമുക്ക് എത്തിപ്പിടിക്കുവാൻ. പക്ഷേ പറഞ്ഞ മാത്രയിൽ അത് കൊഴിഞ്ഞ പിന്നെയും 14 ലക്ഷത്തിലേക്ക് എത്തിയപ്പോൾ 2027 ആകുമ്പോൾ തീർച്ചയായിട്ടും 15 ലക്ഷം മെമ്പർഷിപ്പിലേക്ക് നമ്മൾ എത്തും എന്നുള്ള ഒരു ദൃഢ നിശ്ചയത്തിൽ നമുക്ക് ഒരു വ്യക്തമായ ദിശാബോധത്തോടു കൂടി ഗ്ലോബൽ ലീഡർഷിപ്പ് നമ്മളെ മുന്നോട്ട് ചലിപ്പിക്കുമ്പോൾ നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓരോ വ്യക്തികളുടെയും റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ അസോസിയേഷനിലേക്ക് പുതിയ
റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള മെമ്പേഴ്സിനെ ആഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ മിഷൻ 1.5ന്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ക്ലബിൻ്റെ ഗ്രോത്ത് കൂട്ടുകയും പുതിയ ക്ലബ്ബുകളെ ഏതൊരു ഡിസ്ട്രിക്റ്റിലാണെങ്കിലും കൊണ്ടുവരികയും ഏതൊരു വ്യക്തിയുടെയും ഏതൊരു ലീഡറുടെയും ഉത്തരവാദിത്തമാണെന്ന് മാത്രം ഞാനിവിടെ പറഞ്ഞു വെക്കട്ടെ. ഇന്ന് അതിനും ഒരു വലിയ രീതിയിലുള്ള സപ്പോർട്ടായിട്ട് അജാനൂർ ലയൺസ് ക്ലബ്ബ് ഏകദേശം 3 പേരെയോളം ഇന്ന് പുതുതായിട്ട് ഇൻഡക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയും കൂടെ അറിയാൻ സാധിച്ചു. എല്ലാവിധത്തിലുള്ള ഭാവുകങ്ങളും നേരുവാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഞാൻ എല്ലാം ആദരവോടുകൂടി പുതിയ ഭാരവാഹികളെ ഈ സദസ്സിലേക്ക് ക്ഷണിക്കുകയും അവരെ യഥാസ്ഥാനത്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. വിത്ത് പെർമിഷൻ ഓഫ് ദ ചെയർ, ഞാൻ ആദ്യം ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു വലിയ ക്യാൻവാസ് ഇന്നൊരു ലീഡർഷിപ്പ് ട്രൈറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ചേഞ്ച് അല്ല നമ്മളിവിടെ കാണാൻ പോകുന്നത്. പുതിയതായ ഒരു റീഅഫർമേഷൻ ഓഫ് പർപ്പസ്, നമ്മുടെ ഉദ്ദേശത്തിൻ്റെ ഒരു രണ്ടാമതുള്ള ഒരു റീഡെഡിക്കേഷൻ ആണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പുതിയതായിട്ട് വരയ്ക്കുന്ന ക്യാൻവാസിൽ അതിന് വളരെ വർണ്ണശബളമായ ചിത്രങ്ങൾ വരയ്ക്കുവാൻ ഏറ്റവും അനുയോജ്യരായ ഭാരവാഹികൾക്ക് അതിന് വേണ്ട ബ്രഷും അതിന് വേണ്ട കളേഴ്സും എല്ലാം കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കൊടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് നമുക്കുള്ളത്. അതിലേക്ക് ഞാൻ കടക്കുമ്പോൾ ഐ റിക്വസ്റ്റ് all the elected direct board members to come forward to the dais. I request Mansoor Sobika, Abdul Salam KP, Zamir CH, Shamir CP and Kabil KB. Please come on to the dais. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ള രീതിയിൽ അജാനൂർ ലയൺസ് ക്ലബിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും ശക്തമായ രീതിയിൽ പിന്താങ്ങേണ്ട ഒരു വലിയ ഉത്തരവാദിത്തം കൈയാളുന്ന ഒരു ഗ്രൂപ്പാണ് നിങ്ങളേവരും. സ്വമേധയാ സ്വമനസ്സോടുകൂടി എല്ലാവിധ സപ്പോർട്ടും എലക്ടഡ് ടീം ഓഫ് ഓഫീസ് ബേഴ്സിന് സദാ നൽകുവാൻ നിങ്ങളേവരും സന്നദ്ധരാണ്. Will you perform those duties to the best of your ability? Will you? Sure. Thank you. Now I request Lion Tamer Sadish Kumar PK to come forward. ഇലക്റ്റഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഒന്ന് മുമ്പിലേക്ക് കടന്നു നിന്നാൽ നമുക്ക് സമയം. സതീഷ് കുമാർ. നെക്സ്റ്റ് ഐ റിക്വസ്റ്റ് ഷെരീഫ് എൻ ഷെരീഫ് ടൈൽ ട്വിസ്റ്റർ. രണ്ട് വ്യക്തിത്വങ്ങളാണ് ലയൺ ഗഫൂർക. ഞാനിവിടെ ആദ്യം പറഞ്ഞ പോലെ മിഷൻ 1.5 എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം അത് ഈ ക്ലബിനെ ഈ വർഷം മുന്നോട്ട് നയിക്കണമെങ്കിൽ ലയൺ ഗഫൂർ ടാഫിയുടെ തീർച്ചയായിട്ടും പൂർണ്ണ മനസ്സോടുകൂടിയുള്ള ഇടപെടലുകൾ ആവശ്യമാണെന്നുള്ളത് പറഞ്ഞു വെക്കട്ടെ. കാരണം അങ്ങ് ഒരു മെമ്പർഷിപ്പ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടാണ് ഈ ക്ലബ്ബ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എത്ര മെമ്പേഴ്സാണ്? 47 മെമ്പേഴ്സ് ഉണ്ട്. നമുക്കൊരു 10% ഗ്രോത്ത് എങ്കിലും ഈ വർഷം നമുക്ക് കൊണ്ടുവരിക എന്നുള്ളത്, ഒരു 5 പേരെയെങ്കിലും നമുക്ക് ഈ ക്ലബിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും മിനിമം ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് വെക്കണമെന്ന് മാത്രം ഞാൻ പറയുകയാണ്. Will you perform those duties to the best of your ability? Sure. Thank you. Now, Ilyas and Anil Kumar TV, please come forward. ഇലിയാസ് ആൻഡ് അനിൽകുമാർ, എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പ്രസിഡന്റ് ഇല്ലാത്തപ്പോൾ ആ ചെയർ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അതുപോലെ തന്നെ പ്രസിഡന്റ് സാന്നിധ്യത്തിൽ എല്ലാ ക്ലബിൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തേണ്ട റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് യാതൊരു സംശയവുമില്ല. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ പ്രസിഡന്റ് യു മേ ഹാവ് ടു കൺവീൻ ദ മീറ്റിംഗ്, ചെയർ ദ മീറ്റിംഗ് ഓർ ക്യാരി ഔട്ട് ഓൾ ദ ക്ലബ് ആക്ടിവിറ്റീസ് ഓൺ ബിഹാഫ് ഓഫ് ദ ക്ലബ് ആൻഡ് ദ പ്രസിഡന്റ്. പക്ഷേ ഇതൊന്നുമല്ല നിങ്ങളുടെ പരമപ്രധാനമായ റെസ്പോൺസിബിലിറ്റി. ഇത് സംബന്ധിച്ച് ഇനി വരുന്ന നാളുകളിൽ ഈ ക്ലബിനെ മുന്നോട്ട് നയിക്കുവാനായിട്ട് നിങ്ങൾ നിയുക്തരാണ്. കാരണം ഇന്റർനാഷണൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
ഫസ്റ്റ് VP, സെക്കൻഡ് VP, തേർഡ് VP ഡിസ്ട്രിക്റ്റിലാണ് VDGമാരുണ്ട്. അതുപോലെ തന്നെ ഇനി വരും വർഷങ്ങളിൽ ഈ ക്ലബിനെ മുന്നോട്ട് നയിക്കുവാനായിട്ട് നിയുക്തരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ അടുത്ത ഒരു 3 വർഷം കഴിയുമ്പോൾ ഞാൻ പ്രസിഡന്റ് ആകുമെന്നുള്ള, അല്ലെങ്കിൽ അതിന് ഞാൻ നമ്മളെ തന്നെ ചിട്ടപ്പെടുത്തേണ്ട, പ്രാപ്തനാക്കേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമ്മളിലുണ്ട്. വളരെ സസൂക്ഷ്മം എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ട്, അതുമാത്രമല്ല പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്ന 17 കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റികളിലൊക്കെ ചെയർമാനായിട്ട് വർത്തിക്കേണ്ടത് നിങ്ങൾ ഇരുവരുമാണ്. അപ്പോൾ അത് മാത്രമല്ല ഒരു ടീം എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം വൈസ് പ്രസിഡന്റുമാർക്കാണ്. അതുകൊണ്ട് പൂർണ്ണ മനസ്സോടുകൂടി എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും ടീം ഓഫ് ഓഫീസ് പ്ലേയേഴ്സിന് ഒരു ടീമിന്റെ ഭാഗമായി നിന്നുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ നിങ്ങൾ ഇരുവരും തയ്യാറാണോ? യഥാക്രമം. താങ്ക് യു. നൗ ഐ റിക്വസ്റ്റ് ട്രഷറർ എലക്ട് ഹമീദ് ഹാജി. ഹമീദ് and Len Subodh MK. ഏറ്റവും പരമപ്രധാനമായ ഒരു ഉത്തരവാദിത്തമാണ് ലയൺ ഹമീദ് ഒക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അത് ഒരു അക്കൗണ്ടിങ് പോളിസിയും കാര്യങ്ങളുമാണ്. ഒരു ട്രഷറിയുടെ ഉത്തരവാദിത്തങ്ങളൊന്നും ഞാൻ പറഞ്ഞ് പഠിപ്പിച്ച് ഇവിടെ സമയം കളയാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഒരേ ഒരു കാര്യം, നമുക്ക് ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും ക്ലബിനോടാണെങ്കിലും ബാക്കിയുള്ള ഏതൊരു ഇതിനും നമ്മുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് അപ്കീപ്പ് ചെയ്യുക ട്രഷർ വഴിയാണ്. യാതൊരു സംശയവുമില്ല. അത് ഡ്യൂസ് കളക്ട് ചെയ്യുന്നതായാലും കൊടുക്കുന്നതാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അക്കൗണ്ടിങ് മാറ്റേഴ്സ് എല്ലാം വ്യക്തമായി ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മൾ വെക്കുന്നതൊക്കെ ഹമീദ് സാറിനെ പോലെയുള്ള ഒരു സീനിയർ മോസ്റ്റ് ലൈൻ ലീഡേഴ്സിനെ കുറിച്ച് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് പഠിപ്പിക്കാൻ ഇനി ഞാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഐ റിക്വസ്റ്റ് യു ടു give the assurance that you will discharge your duties the best of your ability. അങ്ങ് പൂർണ്ണ മനസ്സോടുകൂടി എല്ലാ ഉത്തരവാദിത്തങ്ങളും ക്ലബിന് വേണ്ടിയിട്ടും ക്ലബിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും പ്രവർത്തിച്ചു കൊള്ളാമെന്നുള്ളൊരു ഉറപ്പ് ഈ സദസ്സിന് നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സാർ. നൗ ഐ റിക്വസ്റ്റ് the secretary elect Subodh. So Lion Subodh, undoubtedly will be the liaising link between the club, international and the members. യാതൊരു സംശയവുമില്ല. ഏതൊരു കാര്യത്തിലും എല്ലാവിധത്തിലുള്ള ഒരു ക്രയവിക്രയത്തിൻ്റെ ഒരു ചരട് അങ്ങയുടെ കയ്യിലാണ് ഉള്ളത് എന്നുള്ളതാണ് വസ്തുത. ഏതൊരു കാര്യത്തിലും വ്യക്തമായ രീതിയിലുള്ള ലൈസനിങ് നടക്കുന്നതോടൊപ്പം തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതിനൊക്കെ ഉപരി ക്ലബിൻ്റെതായ റെക്കോർഡ്സ് കാര്യങ്ങളെല്ലാം അപ്കീപ്പ് ചെയ്യുക, അപ് ടു ഡേറ്റ് ആക്കുക. അതെല്ലാം യഥാക്രമം ബോർഡ് മെമ്പേഴ്സിനെയും അതുപോലെ തന്നെ ക്ലബ് മെമ്പേഴ്സിനെയും ഒക്കെ അറിയിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ പ്രസിഡന്റിന് വേണ്ട രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും നൽകുക എന്നുള്ളത് മാത്രമല്ല, പ്രസിഡന്റിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൂടി ചിലപ്പോൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഉണ്ട്. മീറ്റിംഗ് ചെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലല്ല പറഞ്ഞത്. പക്ഷേ തീർച്ചയായിട്ടും അങ്ങൊരു വലിയ ചീഫ് ലൈസനിങ് ഓഫീസർ തീർച്ചയായിട്ടും ക്ലബിന് ഒരു ശക്തമായ ഒരു ഭാഗമായി വർത്തിക്കേണ്ടതാണ്. പൂർണ്ണ മനസ്സോടുകൂടി ഈ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ ഡിസ്ട്രിക്ട് ലെവലിലും മൾട്ടിപ്പിൾ ലെവലിലും എത്തിക്കുവാൻ അങ്ങയുടെ ശക്തമായ രീതിയിലുള്ള ഇടപെടലുകൾ ഈ ഒരു വർഷം നിറഞ്ഞുണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് ഈ നിറഞ്ഞ സദസ്സിന് നൽകുവാൻ അങ്ങ് തയ്യാറാണോ? ആർ യു റെഡി ഫോർ ദാറ്റ്? കൺഗ്രാറ്റുലേഷൻസ്. നൗ ഐ റിക്വസ്റ്റ് ലയൺ സുനിൽ രാജ്, പ്ലീസ് കം ഫോർവേഡ്. സർ, ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് അങ്ങേക്ക് എന്തുമാത്രം ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. ഞാനിത് അങ്ങേ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളൊരു ചടങ്ങ് ബാക്കിയില്ല. പക്ഷേ ലയൺ കുഞ്ഞൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന മുറയ്ക്ക് അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് IPP എന്നുള്ള സ്ഥാനത്തേക്ക് മാറുന്നതാണ്. തീർച്ചയായിട്ടും അങ്ങയുടെ ഒരു ഉത്തരവാദിത്വം ഇവിടെ കഴിയുന്നില്ല. അടുത്തൊരു വർഷം ഈ ക്ലബിനെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവിധത്തിലും ഒരു ശക്തമായ സാന്നിധ്യമായി നിന്നുകൊണ്ട് എല്ലാ രീതിയിലുള്ള അഡ്വൈസസും കൊടുത്തുകൊണ്ട്, അഡ്വൈസിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്, ചോദിക്കുമ്പോൾ മാത്രമേ കൊടുക്കാവുള്ളൂ, നമ്മൾ അങ്ങോട്ട് പോയി കൊടുക്കാൻ നിൽക്കരുത്. തീർച്ചയായിട്ടും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നൽകേണ്ട ഒരു ഉത്തരവാദിത്വം അങ്ങേക്കാണ്. അങ്ങ് പൂർണ്ണ മനസ്സോടുകൂടി ആ ഒരു കാര്യം, ആ ഒരു കർത്തവ്യം നിർവഹിച്ചോളാമെന്ന് ഈ സദസ്സിന് ഒരു ഉറപ്പ് നൽകാമോ? കൺഗ്രാജുലേഷൻസ്.
Now, where is our star of the day? CMK Abdullah. എല്ലാവരും മികച്ച കൈയ്യടി നൽകേണ്ടതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കുഞ്ഞിക്ക ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാനായിട്ട് വരികയാണ്. വളരെ പ്രതീക്ഷയോടുകൂടി ആണ് എല്ലാവരും അങ്ങേ നോക്കിക്കാണുന്നത്. എന്തായാലും പ്രതീക്ഷ അസ്ഥാനത്താകില്ല എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും ഇവിടെ ബോധ്യമായിട്ടുണ്ട്. കാരണം ആദ്യത്തെ പ്രോഗ്രാം തന്നെ ഇത്രയും ഗംഭീരമായിട്ട് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ ഇത് വടിയൊടിക്കാൻ പോയിട്ടേ ഉള്ളൂ. വലിയ വലിയ കാര്യങ്ങളാണ് ഇനി ഒരു വർഷം അജാനൂർ ലയൺസ് ക്ലബിനെ കാത്തിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും നല്ലൊരു വർഷമായിട്ട് ഈ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഡിസ്ട്രിക്ട് റിവണ്ണേറ്റിയിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിലൊന്നായി മാറുകയും കണ്ടസ്റ്റിലടക്കമുള്ള കാര്യങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായ സ്ഥാനത്ത് തന്നെ നിലയുറയ്ക്കുവാനായിട്ട് സാധിക്കട്ടെ എന്നും കൂടെ ഞാൻ ഈ അവസരത്തിൽ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങ് ഈ ക്ലബിൻ്റെ സാന്നിധ്യത്തിലേക്ക് അല്ലെങ്കിൽ പ്രസിഡന്റ് എന്നുള്ള സ്ഥാനത്ത് എത്തി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാക്കിയുള്ളവർക്ക് കണ്ടു പഠിക്കുവാനുള്ള ഒരു മാതൃകയാകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ആദ്യത്തെ കാര്യം. അത് അങ്ങിപ്പോൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് തുടർന്നു പോകണം എന്ന് പറയുന്നത്. ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കൂട്ടായ്മ, ഒരു ബന്ധങ്ങൾ നിലനിർത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. ഏതൊരു കാര്യത്തിലും ഏതൊരു ആവശ്യത്തിലും ക്ലബിലെ മെമ്പേഴ്സ് വരുവാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാക്കുക. എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ദം ഇമ്മീഡിയറ്റ്ലി, ഇൻവോൾവ് ദം ആക്റ്റീവ്ലി എന്നുള്ളൊരു കാര്യത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അവരെ ഏകോപിപ്പിച്ചു കൊണ്ടുപോവുക. അങ്ങ് ഈ ഉത്തരവാദിത്തം പൂർണ്ണ മനസ്സോടുകൂടി ഏറ്റെടുക്കുവാൻ തയ്യാറാണോ? തയ്യാറാണ്. പ്ലീസ് ഗിവ് എ ഗുഡ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഒരു നിറഞ്ഞ കയ്യടി കൊടുക്കേണ്ടതാണ്. അജാനൂർ ലയൺസ് ക്ലബിന്റെ സ്നേഹത്തിന്റെ, ഉത്തരവാദിത്തത്തിന്റെ, അതുപോലെ തന്നെ ഏറ്റവും അധികാരത്തിന്റെ സിമ്പലായിട്ടുള്ള ഈ ഗ്യാവൽ എല്ലാവരുടെയും അനുമതിയോടുകൂടി, അനുവാദത്തോടുകൂടി, അനുജ്ഞയോടുകൂടി ഞാൻ കുഞ്ഞിക്ക് നൽകുകയാണ്. കൊടുത്തോട്ടെ. ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുമാണ് അദ്ദേഹം വിഭാവനം ചെയ്യുന്ന പ്രോജക്റ്റുകൾക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് നൽകേണ്ടത്. അപ്പോൾ നിങ്ങൾ കൊടുത്തോളാൻ പറയുമ്പോൾ എല്ലാവിധത്തിലുമുള്ള എല്ലാ പിന്താങ്ങലും ഉണ്ടാകണമെന്നുള്ളതോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി, വിഡിജിയുടെ അനുവാദത്തോടുകൂടി ഞാനത് ഏൽപ്പിക്കുകയാണ്. Now I request IPP to adorn him the presidential collar and escort him to the presidential seat. എന്നെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. ലയൺസ് ഇൻ്റർനാഷണൽ പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുമ്പോൾ ഒരുപാട് ആശങ്കകളും പ്രതീക്ഷകളുമുണ്ട്. ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് നമ്മുടെ പ്രദേശത്തും ഡിസ്ട്രിക്ട് 318 ഈ ഞങ്ങളുടേതായ വ്യക്തി മുദ്ര പതിപ്പിക്കാൻ അജാനൂർ ലയൺസ് ക്ലബിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷം മുഴുവൻ കണ്ണുകളും അജാനൂർ ലയൺസ് ക്ലബിൽ ആയിരിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. അതുപോലെ ആദ്യമായി എന്നെ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത, എന്നിൽ വിശ്വാസമർപ്പിച്ച എൻ്റെ ക്ലബിലെ മുഴുവൻ മെമ്പർമാരുമുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ ക്ലബിൻ്റെ ഫൗണ്ടർ പ്രസിഡന്റായ എൻ്റെ പ്രിയ സുഹൃത്ത് ലയൺ MJF MPM അഷ്റഫ് 1.5 വർഷക്കാലം ക്ലബിൻ്റെ പ്രസിഡന്റായിരുന്നു. ആ 1.5 വർഷക്കാലം കൊണ്ട് ഞങ്ങളുടെ ക്ലബിനെ ഡിസ്ട്രിക്റ്റിലെ നമ്പർ 1 ക്ലബ്ബാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്.
അതുതന്നെയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ പ്രചോദനമായത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലയൺ വർഷം വളരെ സുപ്രധാനമാണ്. കാരണം ഒരു ഇന്ത്യക്കാരനാണ് നമ്മുടെ ഈ അന്താരാഷ്ട്ര പ്രസ്ഥാനത്തെ നയിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇന്റർനാഷണൽ പ്രസിഡന്റ് ലയൺ AP സിംഗിന്റെ നേതൃത്വത്തിൽ വളരെ കഠിനാധ്വാനിയായ ഒരു ഗവർണറാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്, ലയൺ രവി ഗുപ്ത. ഈ രണ്ടുപേരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര തലത്തിലും ഡിസ്ട്രിക്ട് തലത്തിലും ലയൺസ് നേട്ടങ്ങൾ കൊയ്യുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അജാനൂർ ലയൺസ് ക്ലബ്ബും അതിനോടൊപ്പം പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ 8 കോടി രൂപ ചെലവിൽ വയനാട് നിർമ്മിച്ച ഹോസ്പിറ്റലിന് അജാനൂർ ലയൺസ് ക്ലബ്ബ് ഇന്ന് ഇവിടെ വെച്ച് 2 ലക്ഷം രൂപ നൽകിക്കൊണ്ട് ഞങ്ങളുടെ ഈ വർഷത്തെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ വർഷം നിങ്ങൾ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടെങ്കിൽ ഒരു ഡിഫറൻറ്റ് മാജിക്കൽ ഇയറാക്കി മാറ്റാൻ ഞങ്ങൾക്ക് സാധിക്കും. അതിന് നിങ്ങൾ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ലയണിസം, ജയ് ഹിന്ദ്. താങ്ക് യു. Thank you all. കഴിഞ്ഞ ഒരു വർഷക്കാലം ലയൺസ് ക്ലബ്ബ് ഓഫ് അജാനൂരിനെ നയിച്ച ലയൺ സുനിൽകുമാർ, അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച സെക്രട്ടറി കുഞ്ഞബ്ദുള്ളയും അതുപോലെ തന്നെ അബ്ദുൽസലാമും അവരുടെ കൂട്ടാളികളും ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾ ഈ നാടിനും അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിനും ഒക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ ഏറെ അഭിമാനത്തോടുകൂടി പറയുകയാണ്, ഒരു ഓൾ ലേഡി ക്ലബ്ബ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ലയൺസ് ക്ലബ്ബ് ഓഫ് അജാനൂരിനായി നീലേശ്വരം ക്യൂ. അത് നമ്മുടെ പ്രസ്ഥാനത്തിന് ഒരു മുതൽക്കൂട്ട് എന്ന നിലയിൽ തന്നെ കാസർഗോഡ് റവന്യൂ ഡിസ്ട്രിക്റ്റിൽ ആദ്യമായിട്ടാണ് ഒരു ഓൾ ലേഡി ലയൺസ് ക്ലബ്ബ് ഉടലെടുക്കുന്നത്. ഈ അവസരത്തിൽ ഞാൻ കഴിഞ്ഞ ഒരു വർഷക്കാലം ക്ലബിനെ നയിച്ച സുനിൽ രാജിനെയും അദ്ദേഹത്തിൻ്റെ ടീമംഗങ്ങളെയും മുഴുവൻ ക്ലബ് മെമ്പർമാരെയും അഭിനന്ദിക്കുകയാണ്. ഒപ്പം തന്നെ ഈ വർഷം ഇന്ന് പ്രസിഡന്റായി ചുമതലയേറ്റ CMK എന്ന കുഞ്ഞിക്ക, എനിക്ക് തോന്നുന്നത് അദ്ദേഹം പ്രസിഡന്റ് ആവാൻ എന്തുകൊണ്ടാണ് ഇത്രയും താമസിച്ചതെന്ന് പലരും ചോദിക്കും. കാരണം കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ ചാർട്ടർ പ്രസിഡന്റ് ലയൺ അഷ്റഫ് MB മുസായിൽ തുടങ്ങിയ ഈ ക്ലബ്ബ് അതിനുശേഷം ഉള്ള ഓരോ വർഷങ്ങളിലും ലയൺ കുഞ്ഞബ്ദുള്ളയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നമ്മുടെ അജാനൂർ ക്ലബിൻ്റെ ഓരോ മെമ്പർമാരും നിർദ്ദേശിച്ചിരുന്നെങ്കിൽ പോലും അദ്ദേഹം സമയമായില്ല എന്ന് പറഞ്ഞു. ഇന്ന് അത് ആ സമയം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. എനിക്കൊന്ന് തോന്നുന്നത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന അടുത്ത വർഷത്തെ ഡിസ്ട്രിക്ട് ഗവർണറുടെ ഒരു ഇൻസ്റ്റലേഷൻ സെറിമണിയുടെ ഒരു ട്രയലാണോ ഇന്നിവിടെ നടക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പ്രൗഢഗംഭീരമായ ഈ സദസ്സും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ ഒട്ടുമിക്ക ക്ലബിൻ്റെ ലീഡേഴ്സ് മെമ്പേഴ്സ് ഇവിടെ സന്നിഹിതരാണ്. അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ പൗരപ്രമുഖരും അതുപോലെ തന്നെ ഒട്ടേറെ വിശിഷ്ട വ്യക്തികളും ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ലയൺ കുഞ്ഞബ്ദുള്ളയുടെ സ്നേഹബന്ധത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഇന്നിവിടെ കാണുന്നത്. അദ്ദേഹം ഇനി അടുത്ത വർഷങ്ങളിൽ നിയമസഭയിലേക്കോ മറ്റും മത്സരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലും എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. കാരണം അത്രയേറെ പിന്തുണയോടുകൂടിയാണ് ലയൺ കുഞ്ഞബ്ദുള്ള ഇന്ന് ഇവിടെ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടത്. എന്തുകൊണ്ടും ലയൺസ് ക്ലബ്ബ് അജാനൂരിൻ്റെ ഒരു ഏറ്റവും ശക്തനായ പ്രവർത്തകൻ തന്നെയാണ് ലയൺ കുഞ്ഞബ്ദുള്ള. അതോടൊപ്പം തന്നെ ഇന്നിവിടെ 47ഓളം വളരെ ശക്തരായ അല്ലെങ്കിൽ കഴിവുള്ള വ്യക്തിത്വങ്ങളുടെ ഒരു കൂട്ടായ്മയായ ലയൺസ് ക്ലബ്ബ് ഓഫ് അജാനൂർ കഴിഞ്ഞ കാലങ്ങളിൽ അജാനൂരും ഈ കാഞ്ഞങ്ങാടും പരിസര പ്രദേശത്തും ചെയ്തു വന്ന ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾ അത് ഒന്നുകൂടി ഗംഭീരമാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ വേണ്ടി ലയൺ CM കുഞ്ഞബ്ദുള്ള തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ലയൺ CM കുഞ്ഞബ്ദുള്ളയുടെ അടുത്ത വർഷത്തെ നല്ല പ്രയാണങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് ശക്തമായ പിന്തുണ ഒരു വൈസ് ഗവർണർ എന്ന നിലയിൽ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് ഞാൻ
ഉറപ്പ് നൽകുന്നു. അതോടൊപ്പം തന്നെ സർവേശ്വരൻ അദ്ദേഹത്തിനും ടീമംഗങ്ങൾക്കും മുഴുവൻ ശക്തി നൽകട്ടെ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും സർവേശ്വരൻ നൽകട്ടെ. അതോടൊപ്പം തന്നെ ഇന്നിവിടെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട മുഴുവൻ ഓഫീസ് ബെയറേഴ്സിനും എല്ലാവിധ പിന്തുണയും ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ്. നിങ്ങളുടെ പേര് പറഞ്ഞോളൂ. In the presence of the members of the Ajanur Lions Club, take this solemn obligation to abide by the Constitution and bylaws of the club and that of Lions Club International, to attend all meetings regularly, to support and further the interest of the club, all its undertakings, and to contribute my fair share towards the financial support of the club. I further declare that I will assist in maintaining, building and strengthening the membership of the club. Furthermore, I will help the club by so actively serving on committees and in other capacities where my efforts are needed, and that I will practice the principles of the Code of Ethics and the purpose of Lions Club International. Now, you, the three gentlemen, officially inducted to Lions Clubs International. ലയൺസ് മീറ്റിങ്ങുകളിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ വളരെ സൗഹൃദപരമായി തന്നെ ഏത് മീറ്റിങ്ങുകളിലും നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നതാണ്. ഇൻഡിവിജ്വലായി സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഈ മൂന്ന് വ്യക്തിത്വങ്ങളും ഇന്ന് ലയൺസ് പ്രസ്ഥാനത്തിലൂടെ, ലയൺസ് ക്ലബ് ഓഫ് അജാനൂരിലൂടെ കൂട്ടായ സേവന പ്രവർത്തനങ്ങൾ ഇനി നടത്തും. ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ പറയാൻ തോന്നുന്ന ഒറ്റ വാക്കാണ് വാവ്. മുമ്പിൽ ആരൊക്കെ ഇരിക്കുന്ന അമീരാജി, ബഷീർ അരങ്ങാടി, ആ ഭാഗത്ത് പ്രിയപ്പെട്ട മുൻ DCC പ്രസിഡന്റ് അക്കീം കുന്നിൽ, KA ബക്കർ ഷാ. കാസർഗോഡ് ജില്ലയുടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ മുഴുവൻ ആളുകൾ ഇവിടെയുണ്ട്. ഒരുപാട് ആളുകൾ. ഞാൻ അത്ഭുതപ്പെടുകയാണ്. കാരണം ഇങ്ങനെ ഇവരെല്ലാം ഇത്രയും സമയം ഈ ഹാളിൽ പിടിച്ചിരുത്താൻ കാരണം ഒരൊറ്റ വ്യക്തിയാണ്, മാനുവലേട്ടൻ, ജന്മദേശത്തിന്റെ ഉടമ. എനിക്ക് തോന്നുന്നു മാനുവലേട്ടനല്ല ഇത്രയും നേരം ഇരുന്നിട്ട് കുറെ കാലമായിട്ടുണ്ടോ ഒരു മീറ്റിംഗിൽ. ഇത്രയും പ്രഗത്ഭരായ ആളുകൾ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും പേരൊന്നും പറയാനുള്ള സമയമില്ല. കാസർഗോഡ് ജില്ലയുടെ ഒരു നട്ഷൽ, പ്രിയപ്പെട്ട കൂത്താട്ടുകുളത്തു നിന്നാണ് ഇന്നത്തെ മുഖ്യാതിഥി വന്നത്. സാർ, കാസർഗോഡ് ജില്ലയുടെ ഒരു പിക്ചറാണ്. എല്ലാ ക്ലബ്ബും, കാസർഗോഡ് ജില്ലയിലെ 29 ആക്റ്റീവ് ക്ലബ്ബുള്ളത്. ആ 29 ആക്റ്റീവ് ക്ലബ്ബിൽ നിന്നും മെമ്പർമാർ പങ്കെടുക്കുന്ന ഒരേ ഒരു ഇൻസ്റ്റലേഷൻ ചടങ്ങ് ലയൺസ് ക്ലബ്ബ് ഓഫ് അജാനൂരിൻ്റെ ഇൻസ്റ്റലേഷൻ ചടങ്ങ്. ഇത്രയും മനോഹരമായ ഹാളിൽ ഇത്രയും ആഡംബരപൂർവ്വം ഇങ്ങനൊരു ചടങ്ങ് നടക്കണമെങ്കിൽ അതിനൊറ്റ പേരേ ഉള്ളൂ, കാരണം ലയൺ CM കുഞ്ഞബ്ദുള്ള. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ലയൺ കുഞ്ഞബ്ദുള്ള ഒരു തീയാണ്, തീപ്പൊരിയാണ്. ഒരു കാര്യം വിചാരിച്ചാൽ നടത്തി കാണിക്കണം. ഇവർ 5-ാമത്തെ വർഷമാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഞാൻ ഈ 5 വർഷവും ഇതിൻ്റെ വേദിയിൽ ഇരുന്നിട്ട് സംസാരിച്ചവരാണ്. കഴിഞ്ഞ വർഷം ലളിതിലായിരുന്നു, ഒരു 5-സ്റ്റാർ ഹോട്ടലായിരുന്നു. അതിന് മുന്നത്തെ വർഷം ലളിതിലായിരുന്നു. ഒരു വർഷം താജിൽ നടത്തി. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് 5-സ്റ്റാർ ഹോട്ടലിൽ വിട്ടിട്ട് പല്ലേടിയം തിരഞ്ഞെടുത്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അജാനൂറിന് 4 വർഷം കൊണ്ട് നല്ലൊരു പേരുണ്ടായിട്ടുണ്ട്. ആ പേര് നാട്ടുകാർ ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് അറിയണം. അതുകൊണ്ട് കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കണം. ഒരു 100 ആളുടെ ചടങ്ങ് പോരാ, അതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചതെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ലയൺസിന്റെ ഒരു പ്രസക്തി ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണ്. ഞാൻ ലയൺസിന്റെ ഓറിയന്റേഷൻ ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു ട്രെയിനർ കൂടിയാണ്. പലപ്പോഴും പല സ്ഥലത്തു നിന്നായി ചോദ്യങ്ങൾ വരും. ലയൺസ് ഈ പ്രസ്ഥാനം ഈ സമൂഹത്തിൽ എന്താണ് ചെയ്തത്, എന്താണ് നിങ്ങൾ ഈ നാട്ടിൽ ചെയ്തത്? പലപ്പോഴും പത്രങ്ങൾക്കൊക്കെ ഭയങ്കര മടിയാണ്. പത്രക്കാരെ ഇരുത്തിക്കൊണ്ടാണ് ഞാൻ പറയും. ലയൺസിന്റെ പദ്ധതികൾ പത്രത്തിൽ കൊടുത്താൽ പലപ്പോഴും വരാറില്ല. മലയാള മനോരമ, മാതൃഭൂമി പോലുള്ള മെയിൻ പത്രങ്ങൾ വരില്ല. കാര്യം നമ്മളെ അവർക്ക് അങ്ങനെ ഒരു ബ്രാൻഡഡായി വെച്ചിരിക്കുക. ഇന്നിപ്പോൾ ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി പറയും, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഞങ്ങൾ പ്രളയത്തെ ബാധിച്ച് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ആദ്യം വീട് കെട്ടാൻ വേണ്ടി തീരുമാനിച്ചു. പിന്നീട് മനസ്സിലായി സർക്കാർ അവിടെ വലിയ വീടിൻ്റെ സമുച്ചയം വരുന്നുണ്ട്. അവസാനം തീരുമാനമെടുത്തു,
8 കോടി, ആ 5 കോടി പറഞ്ഞിട്ട് ഇപ്പോൾ 8 കോടിയോളം രൂപ വരുന്ന അതിമനോഹരമായ എല്ലാ ആഡംബരോട് കൂടിയ എല്ലാ സംവിധാനങ്ങളോട് കൂടിയ ഒരു ആശുപത്രി കെട്ടി പൂർത്തിയായി വരികയാണ്. ഞങ്ങൾ ആരാധ്യനായ ഇന്റർനാഷണൽ പ്രസിഡന്റ് അരവിന്ദ് പാൽ സിംഗ് എന്ന് പറയുന്ന AP സിംഗ് ഓഗസ്റ്റ് മാസം 27-ാം തീയതി എല്ലാവരുടെയും അനുമതിയോടുകൂടി അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകും. ഞങ്ങളുടെ ഒരു അഭിമാനമായി. ഇത് ഇന്റർനാഷണലിന് പൈസ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല, ഇന്റർനാഷണലിന് ഒരു റുപ്യ കിട്ടിയില്ല. ഞങ്ങളുടെ ലയൺസ് ക്ലബിന്റെ മെൽവിൻ ജോൺസ് ഫെലോ എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ട് ആ പൈസയാണ് അതിലേക്ക് വന്നത്. ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു ധാരണ നമ്മുടെ നാട്ടിൽ ഇതിന് എവിടുന്നോ പൈസ വരുന്നത്. പ്രിയപ്പെട്ട രീതി എളുപ്പമൊന്നുമല്ല. ലയൺസ് ക്ലബ്ബ് നാട്ടിൽ തെണ്ടാൻ വേണ്ടി നടക്കാറില്ല. ഇന്ന് മിനിഞ്ഞാന്ന് മനോരമയിലെ വാചകമേളയിൽ നിങ്ങളൊരു വാചകമേള എന്ന് പറഞ്ഞൊരു പേജ് വായിക്കണം. അതിൽ തിരുവല്ലക്കാരനായ ഒരുത്തൻ എഴുതിയ ഒരു നോട്ടുണ്ട്. ആ നോട്ട് ഇങ്ങനെയാണ്: ഒരു രോഗിയെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇയാൾ ഭയങ്കര കഷ്ടപ്പാടാണ്, ഇയാൾക്ക് ഓപ്പറേഷൻ വേണം, ഇയാൾക്ക് പൈസ സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്നു. ഒരു ദിവസം രാവിലെ ഈ രോഗിയെ കൊണ്ട് വലിയ നല്ല ആഡംബരപൂർവ്വം വേഷം ധരിച്ച 2 ആളുകൾ ഈ രോഗിയെ കൊണ്ട് തിരുവല്ലക്കാരൻ്റെ വീട്ടിലേക്ക് വന്നു. ഒരു വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇവൻ അവശനായിട്ടുണ്ട്. ഈ രോഗി അവശതയോട് കൂടിയാണ് വരുന്നത്. അപ്പുറത്ത് ഇപ്പുറത്ത് നല്ല ഗടാഗടിക്കന്മാരായ കോട്ടും സൂട്ടും ധരിച്ച 2 ആളുകൾ. അപ്പോൾ പറഞ്ഞു, ഇവനാണ് രോഗി, സോഷ്യൽ മീഡിയയിൽ കുറേ ദിവസമായല്ലോ ഇവൻ്റെ പേര്, എന്തെങ്കിലും സംഭാവന തരണം. അപ്പോൾ ഇയാൾ ചോദിച്ച ചോദ്യം, അല്ല ഇയാളിപ്പോൾ രോഗിയാണല്ലോ, നിങ്ങൾ ഇയാളെയും കൊണ്ട് നടക്കുന്നില്ല, അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ എന്താ നിങ്ങളുടെ ഉദ്ദേശം? അപ്പോൾ ദയയോടെ ഇയാളോടുള്ള ദയ ജീവകാരുണ്യ പ്രവർത്തനമാണ്. അപ്പം നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകും? നിങ്ങളുടെ കുടുംബം എങ്ങനെ പോകും? എല്ലാ ദിവസവും ഇയാളെയും കൊണ്ട് നിങ്ങളുടെ നാട് മുഴുവൻ തണ്ടാൻ പോയാൽ നിങ്ങൾക്ക് ജീവിക്കണ്ടേന്ന് ചോദിച്ചു. അതിന് പറഞ്ഞ ഉത്തരം മലയാള മനോരമയിൽ കൊടുത്തിട്ടുണ്ട്. അയാൾ ദയ തോന്നിയിട്ട് നിങ്ങൾക്ക് തരുന്നു. ഈ മനുഷ്യന് പൈസ കിട്ടുമല്ലോ, അതിൽ നിന്ന് ദയ തോന്നിയിട്ട് അയാൾ എന്തെങ്കിലും ഞങ്ങൾക്ക് തരുമെന്നാണ് തിരുവല്ലയിൽ നടന്ന സംഭവം. മിഞ്ഞാന്ന് മനോരമയിൽ വന്ന വാചകമേളയിൽ വന്ന സംഭവമാണ്. ലയൺസ് നമ്മുടെ നാട്ടിൽ പിരിക്കാനൊന്നും പോകാറില്ല. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പുസ്തകമാണ്. ആ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു ചോദ്യമുണ്ട്. പുസ്തകം എഴുതിയ ആൾ ചോദിക്കുന്ന ചോദ്യം, പകൽ ആരംഭിക്കുന്നത് എപ്പോൾ? അപ്പൊ എൻ്റെ മനസ്സിൽ വന്ന ഉത്തരം, രാത്രി അവസാനിക്കുമ്പോഴാണ് പകൽ ആരംഭിക്കുന്നത് എന്നൊക്കെ കുറെ ഉത്തരങ്ങൾ പറയും. പക്ഷേ ചോദ്യകർത്താവ് പറയുന്നത്, നിന്റെ തൊട്ടടുത്തിരിക്കുന്നവൻ നിന്റെ സഹോദരനാണെന്ന് എന്ന് നിനക്ക് തോന്നുവോ അന്ന് നിന്റെ പകൽ ആരംഭിക്കുന്നതാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ലയൺസും വിശ്വസിക്കുന്നത് എൻ്റെ തൊട്ടടുത്തിരിക്കുന്നവൻ എൻ്റെ സഹോദരനാണ്, അവന്റെ ആവശ്യം എൻ്റെ കൂടി ആവശ്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ലയൺസ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു പ്രസ്ഥാനത്തിനും അവകാശപ്പെടാനില്ലാത്ത രീതിയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ലയൺസിന്റെ ക്ലബ്ബുകളുടെ എണ്ണം നമ്മുടെ ജില്ലയിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഒരു 4-5 വർഷത്തെ പിന്നോട്ടെടുത്താൽ 5-6 ക്ലബ്ബേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ 30 ക്ലബ്ബാണ്. 31ാമത്തെ ക്ലബ്ബ് അടൂർ വരാൻ വേണ്ടി പോവാണ്. 32ാമത്തെ ക്ലബ്ബ് ഏറ്റവും അവസാനം വന്ന ലയൺസിന്റെ ക്യൂൻസ് ഗൾഫിൽ പുതിയതായിട്ട് 2 ക്ലബ്ബ് വരാൻ പോവാണ്. ലയൺസിന്റെ വളർച്ച അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ ക്ലബിനെ നല്ല രീതിയിൽ നയിച്ച സുനിൽ രാജിനെ പറ്റി 2 വാക്ക് പറയാതിരുന്നാൽ അത് കഴിഞ്ഞ വർഷത്തെ ഡിസ്ട്രിക്ട് സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് എൻ്റെ ഒരു വീഴ്ചയാവും. അതുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ ക്ലബിനെ നല്ല രീതിയിൽ നയിച്ച് ഡിസ്ട്രിക്റ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഫുൾ സപ്പോർട്ട് നൽകിക്കൊണ്ട് ഡിസ്ട്രിക്റ്റിൽ കഴിഞ്ഞ വർഷത്തെ ഏക ക്ലബ്ബായ നീലേശ്വരം കീൽസിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ച സുനിൽ രാജിനെ ഈ വേദിയിൽ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ക്ലബിൻ്റെ നാളിതുവരെ പിൻനിരയിൽ നിന്നുകൊണ്ട് ക്ലബിനെ നയിച്ച ഇന്ന് മുൻനിരയിലേക്ക് എത്തിയിരിക്കുന്ന കുഞ്ചബ്ദുള്ളയെ കൂടി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവർ വരുന്ന വർഷം ഈ ക്ലബ്ബ് ഇവർ സ്ഥാപിച്ച വർഷം ഡിസ്ട്രിക്റ്റിൽ 2ാമത്തെ ക്ലബ്ബായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഡിസ്ട്രിക്റ്റിലെ 1ാമത്തെ ക്ലബ്ബായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ലയൺസ്. എൻ്റെ റീജിയനിലെ എൻ്റെ സ്വന്തം ക്ലബിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാമാണ് ഇന്നിവിടെ പ്രൗഢഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷവും CMKയുടെ നേതൃത്വം തന്നെയായിരുന്നു ഞങ്ങളുടെ ക്ലബിനെ മികച്ചതാക്കിയതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. CMKക്കും ടീമിനും ഈ ഒരു വർഷത്തിൽ ഡിസ്ട്രിക്ട് സെക്രട്ടറി വേണുഗോപാലൻ പറഞ്ഞതുപോലെ ഡിസ്ട്രിക്ട് 380യിലെ ഏറ്റവും മികച്ച പ്രസിഡന്റാകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മളെല്ലാവരും ഇന്റർനാഷണൽ പ്രസ്ഥാനത്തിന്റെ ഭാഗമാവുകയും എല്ലാവരും ലയൺ മെമ്പർ എന്ന കാര്യത്തിൽ എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സ്ലോഗൻ തന്നെയാണ് ലിബർട്ടി, ഇന്റലിജൻസ് ആൻഡ് അവർ നേഷൻ സേഫ്റ്റി. പലേഡിയം പോലുള്ള ഹൈ
പ്രൊഫൈൽ കൺവെൻഷൻ തിരഞ്ഞെടുത്തത് തന്നെ ഒരു വലിയ നേട്ടമായി നമ്മുടെ CMK ഇവിടെ വലിയ നേട്ടമായി കരുതുന്നു. ഇനിയും ഇതുപോലുള്ള നേട്ടങ്ങൾ ലയണിസത്തിൽ കൂടി CMKക്ക് നേടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പുതുതായി തിരഞ്ഞെടുത്ത PSTക്കും ഡയറക്ടർ ബോർഡ് മെമ്പർമാർക്കും എല്ലാ അജാനൂർ ക്ലബിൻ്റെ എല്ലാ മെമ്പർമാർക്കും നല്ലൊരു ലയണിസ്റ്റിക് വർഷം 2025-26 ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ലയണിസം. ഒരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. കാരണം ഓഡിറ്റോറിയത്തിൻ്റെ ആൾക്കാർ തന്നെ 9:30 മണിയാണ് ഞങ്ങൾ പറഞ്ഞത്. 9:30 മണിക്ക് തന്നെ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനം ഞങ്ങളിത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഇതിൻ്റെ തുടക്കകാലം 2020-21 കാലഘട്ടങ്ങളിൽ ഈ തുടങ്ങുന്ന കാലത്ത് വളരെ സംശയത്തോടു കൂടിയായിരുന്നു ഇത് തുടക്കം കുറിച്ചത്. അന്ന് ഈ ക്ലബിന് ഡിസ്ട്രിക്റ്റിൽ 5ാം സ്ഥാനത്തെത്തിക്കാനും അതിനുശേഷമുള്ള വർഷത്തിൽ ഡിസ്ട്രിക്റ്റിൽ 2ാം സ്ഥാനത്തെത്താനും അജാനൂർ ലയൺസ് ക്ലബിന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നല്ലൊരു കൈ CM കുഞ്ഞബ്ദുള്ളയുടെ തന്നെയാണ്. കുഞ്ഞബ്ദുള്ളയുടെയും അതുപോലെ ലയൺസിൻ്റെ അന്നത്തെ മെമ്പർമാരുടെ സപ്പോർട്ടോടു കൂടിയാണ് ഇന്ന് ഈ അജാനൂർ ലയൺസ് ക്ലബ് ഈ തരത്തിലേക്ക് എത്തിയത്. എന്തായാലും ആ കുഞ്ഞബ്ദുള്ള ഇന്ന് സ്ഥാനം ഏറ്റെടുക്കുന്നത്, കുഞ്ഞബ്ദുള്ളാൻ്റെ ആ ടീം വളരെ എനർജറ്റിക് ടീമാണ് ഇന്ന് ഈ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ചെയ്യും. By handing over the check to Lion PMJF Titus Thomas. Shiprahita Pattanam, Lions Club of Ajanur has been providing lunch to the needy people in Kalyan. We kindly request Lion MJF Sukumaran Nair, Chief District Coordinator for Hunger Project, to officially release the brochure highlighting the meaningful service. Now MJF. Narayan and his dedicated team have successfully launched a YouTube channel that has now crossed millions of views, creating a significant social impact in our local communities. SC Ajanur is proud to present the Youth Icon Award to Mr. Arun, founder of Spectacular Dance Institute. The President will give away the pleasantries and appreciation. Next, privilege to Kasaragod Town. Next, I invite the directors of JC Education Trust Nileshwaram to congratulate and recognize the newly installed President of Lions Club of Ajanur. I invite Lions Subodh MK, our club secretary, to propose the vote of thanks. Keynote speaker വേണുഗോപാൽ സാർ, മറ്റ് വേദിയിലിരിക്കുന്ന ക്ഷണിക്കപ്പെട്ട അതിഥികളെ, മാധ്യമപ്രവർത്തകരെ, പേരെടുത്ത് സമയക്കുറവ് മൂലം പേരെടുത്ത് പറയാൻ കഴിയാത്ത എല്ലാവരോടും അജാനൂർ ലയൺസ് ക്ലബിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.